ഹലോ ഹലോ സാറേ, ഈ മൈ ഡിയർ സാറേ 369 ഗ്യാരേജ് എന്ന് കേട്ടിട്ടുണ്ടോ? 369 ഗ്യാരേജ് അത് നമ്മുടെ ചെക്കന്റെ വാപ്പാന്റെ ഗ്യാരേജ് ആണേ. ആ നമ്പർ ഉണ്ടല്ലോ 369, അത് മമ്മൂക്കാന്റെ നമ്പരാ. ആ നമ്പർ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ, അതൊക്കെ മൂപ്പരുടെ ഗ്യാരേജിൽ തന്നെ കാണും. സംശയമുണ്ടോ മൈ ഡിയർ സാറേ? സംശയമുണ്ടെങ്കിൽ ഒന്ന് മുട്ടി നോക്ക്. എനിക്ക് ഏറ്റവും ക്രേസ് ഉള്ളത് കാറുകളാണ്. ഈ 369 എന്ന് പറഞ്ഞ നമ്പറിന്റെ ഐഡന്റിറ്റിയാണ്. ഇത്ര കാർ ക്രേസ് ഉള്ള ഒരാളുടെ അദ്ദേഹം ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് മമ്മൂക്കയുടെ ഡ്രൈവറാണ്. സൈഡിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് മമ്മൂക്കയുടെ ഡ്രൈവറിന്റെ ജോലി. ഹലോ, ഏതേലും വണ്ടിയില് ആ നമ്പർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ ദിവസമെങ്കിലും 369 ഗ്യാരേജിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ആ 369 നമ്പറിനെ കുറിച്ചും അതിന്റെ ഉടമയെ കുറിച്ചും മൈ ഡിയർ സാറേ കുറെ പറയാനുണ്ട് കേട്ടോ. 19 വർഷമായിടായിക്ക വണ്ടിയുടെ വളയം പിടിച്ചു തുടങ്ങിയിട്ട്. ഇതിനിടയിൽ നിങ്ങൾ കാണുന്നതും കാണാത്തതുമായ പല വളയവും ഇക്ക പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ഒരുത്തനും കയറി ആ ഗ്യാരേജില് ഒരു മൺതരി പോലും അനുവാദമില്ലാതെ എടുത്തോണ്ട് പോയിട്ടില്ല. നിങ്ങൾ അവിടെ അനുവാദമില്ലാതെ കയറിയിട്ടുണ്ടേൽ, വണ്ടിയിൽ തൊട്ടിട്ടുണ്ടേൽ, എടുത്തോണ്ട് പോയിട്ടുണ്ടേൽ സാറേ, മൈ ഡിയർ സാറേ, അതിന് മറുപടി പറയേണ്ടി വരും. എനിക്കൊരു 100 കാർ വാങ്ങിക്കണം. എന്റെ മോന് ഈ കാർ കളക്ഷൻ ഉണ്ട്. മൈ ഡിയർ സാറേ, പറഞ്ഞു വന്നത് ദുൽഖർ സൽമാൻ കസ്റ്റംസ് പിടിച്ചെടുത്ത വണ്ടി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സാറ് പിടിച്ചോണ്ട് പോയൊരു വണ്ടിയുടെ നമ്പറും അതിലുണ്ട്, 369 തന്നെ. അതിന്റെ മേൽ ഒരു തരി മണ്ണ് വീണിട്ടുണ്ടേ സഹിക്കില്ല മൈ ഡിയർ സാറേ. മക്കളെ പോലെയാണ് വണ്ടിയും കൊണ്ട് നടക്കുന്നത്. അതേതെങ്കിലും കസ്റ്റംസ് കമ്മീഷണറുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി കസ്റ്റംസിന്റെ മുറ്റത്ത് കിടന്ന് തുരുമ്പിച്ച് കളയാൻ പറ്റില്ല മൈ ഡിയർ സാറേ. തിരിച്ചു കൊടുത്തേ പറ്റൂ. തന്റെ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിക്കെതിരെ നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതി. ഗുരുതരമായ ആരോപണങ്ങളാണ് കസ്റ്റംസിനെതിരെ ദുൽഖർ ഈ ഹർജിയിൽ പറയുന്നത്. ദുൽഖർ സൽമാൻ ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചു. തന്റെ വണ്ടി വാങ്ങിയത് നിയമപ്രകാരമാണെന്നും തനിക്ക് മുൻപുള്ള വണ്ടി ഉടമയ്ക്ക് പണം നൽകി എല്ലാ രേഖകളും തനിക്ക് കൈപ്പറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞു. കസ്റ്റംസുകാർ പിടിച്ചെടുത്ത വാഹനം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് തന്നെയാണ് ദുൽഖർ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. മൈ ഡിയർ സാറേ, വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ രാജ്യദ്രോഹ കുറ്റങ്ങളെ കുറിച്ചാണല്ലേ. ആർമിയുടെയോ അമേരിക്കൻ എംബസിയുടെയോ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെയോ ഒക്കെ വ്യാജ രേഖകൾ ഉണ്ടാക്കിയെന്നോ, പരിവാഹന വെബ്സൈറ്റ് എന്തോ ഹാക്ക് ചെയ്തു എന്നോ, സ്വർണോ മയക്കുമരുന്നോ എന്തോ കിണ്ണാങ്കൃതിയൊക്കെ വണ്ടിയിൽ അതിർത്തി വഴി കടർത്തിയെന്നോ, തീവ്രവാദ ബന്ധമെന്നോ ഈ വാർത്ത പൊടിപ്പും തൊങ്ങലും വെച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പറത്തി വിട്ടപ്പോ എന്താ സംഭവിച്ചതെന്ന് മൈ ഡിയർ സാറിന് അറിയാമോ? ആനുകാലിക ഇന്ത്യയെ കുറിച്ച് ഇന്ത്യയിൽ ഇത്തരം ഒരു വാർത്ത കിട്ടുമ്പോൾ അതെങ്ങനെയാണ് ഗോദി മീഡിയ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് സാറിന് വല്ല ബോധ്യവും ഉണ്ടോ സാറേ? ചെക്കന്റെ പേര് ദുൽഖർ സൽമാൻ, വാപ്പാന്റെ പേര് മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി. ആഘോഷിക്കുകയാണോ ആൾക്കാര്. മുസ്ലിം പേര്, തീവ്രവാദം, മയക്കുമരുന്ന്, കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, അതിർത്തിയിലൂടെ എന്തോ കടത്തൽ, വല്ലതും അറിയുന്നുണ്ടോ ഈ മൈ ഡിയർ സാറന്മാരൊക്കെ ഇക്കാര്യം വല്ലതും? ഇന്തോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഇത് മമ്മൂട്ടിയുടെ പഴയ വീട്ടിലെ ഗ്യാരേജിലെ പരിശോധനയുടെ ദൃശ്യങ്ങളാണോ? ഇതുവഴി കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു. പനമ്പള്ളി നഗറിലുള്ള മമ്മൂട്ടിയുടെ പഴയ വീടിനോട് ചേർന്നുള്ള ഹലോ, എന്നിട്ട് എന്താ മൈ ഡിയർ സാറേ ദുൽഖറിന് പേരെഴുതി ഒപ്പിട്ട് കൊടുത്ത പേപ്പറിൽ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചില്ല എന്ന് മാത്രമാണല്ലോ കുറ്റം എഴുതിയിരിക്കുന്നത്. പിന്നെ എന്തിനാ മാധ്യമങ്ങൾക്ക് മുന്നിൽ തോന്നിയാസം പറഞ്ഞത്? കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാത്തതിന് വണ്ടി പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു? അത് കൂടിപ്പോയോ? നിങ്ങൾ ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ കുടുംബവും അവിടെ ഇനി ഭാവിയിൽ ജയിക്കാൻ പോകുന്ന കുട്ടികൾ വരെ, അവർക്ക് വരെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച അപമാനവും ഡാമേജും കളങ്കവും എത്ര വലുതാണെന്നറിയോ? ഈ മനുഷ്യരുടെയൊക്കെ മാനത്തിനൊരു വിലയുമില്ലേ? ദുൽഖർ സൽമാൻ എന്ന പേര്, മമ്മൂട്ടി എന്ന പേര്, അത് കിട്ടിയാൽ അതിൽ വരുന്ന കഥകളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ? അവരുടെ പേര് സുനിത ദേവദാസ് എന്നോ ടിജോ തോമസ് എന്നോ ആയിരുന്നെങ്കിൽ ഇങ്ങനെയല്ല വാർത്തകൾ വരിക. കാരണം പൃഥ്വിരാജിന്റെ പേരിൽ അത്തരം വാർത്ത കാണുന്നില്ല. കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചില്ല എന്നൊരു ഒറ്റ വാർത്ത മാത്രമായിരിക്കും വരിക.
കണ്ണ് കാണുമെങ്കിൽ മൈ ഡിയർ സാർ ഒന്ന് പോയി നോക്കണം നോർത്ത് ഇന്ത്യയിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ. അവിടെ ഒഴുകുന്ന വാർത്തകൾ കാണണമെങ്കിൽ എല്ലാ നിയമ നടപടികളും പൂർത്തിയാണ് വാഹനം സ്വന്തമാക്കിയെന്ന ദുൽഖർ പറയുന്നത്. എന്നാൽ രേഖകൾ പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ കസ്റ്റംസ് ആണ് വാഹനം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി എന്നാണ് ദുൽഖർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ദുൽഖറിന്റെ കയ്യിലുള്ള പേപ്പറുകൾ പോലും നിങ്ങൾ പരിശോധിച്ചില്ലെന്ന്. അതെന്തിനാ സാറേ അത്രയ്ക്കും ധൃതി? പകല് മുഴുവൻ ചെലവഴിച്ചിട്ടും വൈകിട്ട് 6:30 വാർത്താ സമ്മേളനം വെച്ച് അതുവരെ ഈ കലാപരിപാടി നീണ്ടുപോയിട്ടും എന്താ മൈ ഡിയർ സാറന്മാരെ ദുൽഖർ കാണിച്ച പേപ്പറുകൾ നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലാതെ പോയത്? അതെന്താ മൈ ഡിയർ സാറന്മാരെ? അപ്പൊ സാറേ 369 എന്ന നമ്പറിൽ മൈ ഡിയർ സാറ് തൊട്ടിട്ടുണ്ട്, അതിൽ കാന്ത മെനിഞ്ഞിട്ടുണ്ട്. അത് അവിടെ തിരിച്ചു വെക്കണം സാറേ. ദുൽഖർ ചോദിച്ച വണ്ടി തിരിച്ചു നൽകാനാ, അതങ്ങോട്ട് തിരിച്ചു കൊടുക്കണം മൈ ഡിയർ സാറേ. എടുത്ത പോലെ ഒരു പോറലേൽപ്പിക്കാതെ 369 ഗാരേജിൽ കൊണ്ട് ഇട്ട് കൊടുക്കണം സാറേ. വാപ്പാന്റെയും മോന്റെയും ജീവനാ മൈ ഡിയർ സാറേ ഈ വണ്ടികളൊക്കെ. കട്ടിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല, വണ്ടികൾ കാശ് കൊടുത്ത് വാങ്ങിയതാ. ഒരു വണ്ടി വാങ്ങുമ്പോൾ ഒരാൾ എന്തൊക്കെ നോക്കണം സാറന്മാരെ? എന്തൊക്കെയാ ഒരാൾ നോക്കണ്ടേ? ഇപ്പൊ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ നോക്കണം? തൊട്ട് മുമ്പത്തെ ഓണർ ആരാണെന്ന് നോക്കണം, അയാളുടെ കയ്യിൽ ബുക്കും പേപ്പറും ഉണ്ടോ നോക്കണം, അല്ലെ? പിന്നെ എന്ത് നോക്കണം? എഞ്ചിൻ നമ്പർ ഒക്കെ ഒന്ന് ഒത്തു നോക്കണം, തരുന്ന പേപ്പറുകളിൽ എല്ലാം ഉണ്ടോ എന്നൊന്ന് എണ്ണി നോക്കണം. ഇത്രയും ദുൽഖർ സൽമാൻ ചെയ്തിട്ടുണ്ട് മൈ ഡിയർ സാറേ. അല്ലാതെ നിങ്ങളുടെ കഴിവുകേട് കൊണ്ട് വല്ലോനി വണ്ടികൾ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാതെ അതിര് കടത്തി കൊണ്ടുവന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ട ജോലി, അതിൽ സ്വർണവും പൈസയോ തേങ്ങാക്കൊലയോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അമേരിക്കൻ എംബസിയെ കബളിപ്പിച്ചോ, പരിവാഹന വെബ്സൈറ്റ് ഹാക്ക് ചെയ്തോ, ഇതൊക്കെ നോക്കേണ്ട ജോലി ദുൽഖർ സൽമാന്റെ ജോലിയാണോ അതോ ദുൽഖർ സൽമാന്റെ വാപ്പാന്റെ ജോലിയാണോ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത്? എന്തിനാ സാറന്മാരെ നികുതിപ്പണം ശമ്പളമായിട്ട് വാങ്ങിച്ചുകൊണ്ട് അവിടെ കസേരയിൽ കുത്തിയിരിക്കുന്നത്? നിങ്ങളെ ജോലിയല്ലേ ഇത്? വോട്ട് ചെയ്യാൻ പോകുന്ന ആരെങ്കിലും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ നോക്കിയാണോ വോട്ട് ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെ നോക്കണം ഈ നാട്ടിലെ ഒരു കസ്റ്റമർ കൺസ്യൂമർ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ? തന്റെ കയ്യിൽ പണമുണ്ടോ, തനിക്ക് കിട്ടുന്ന വണ്ടിക്ക് ബുക്കും പേപ്പറും ഉണ്ടോ എന്നല്ലാതെ എന്തെല്ലാം പരിശോധിക്കണം? അപ്പൊ സാറേ 369 തൊട്ട് കളിക്കണ്ട. ദുൽഖർ സൽമാനോ ആരോ ആവട്ടെ, സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോൾ ആ വാങ്ങൽ പ്രക്രിയ നിയമപരമാണോ എന്ന് പരിശോധിക്കേണ്ടത് ദുൽഖറിന്റെ വാപ്പാന്റെ പണിയല്ല, ആ പണി നിങ്ങളുടെ പണിയാണ്. അതിൽ നിങ്ങൾ വീഴ്ച വരുത്തിയിട്ട് ദുൽഖർ സൽമാനാണ് ഇത് പരിശോധിക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാണ്ടല്ലോ മൈ ഡിയർ സാറന്മാരെ. നിങ്ങളെയൊക്കെ ശമ്പളം തന്ന ആ കസേരയിൽ കുത്തി കൊടക്കാല് പോലെ കെണിച്ചു വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇതിനു വേണ്ടിയാണ്. ഇവിടെ നാട്ടിൽ നിയമലംഘനം നടക്കുന്നുണ്ടോ നോക്കാൻ. അല്ല ദുൽഖർ അല്ല സാറേ ഈ വണ്ടി ഉണ്ടാക്കിയതോ വണ്ടി കടത്തിക്കൊണ്ടുവന്നതോ തീവ്രവാദം നടത്തിയതോ ഒന്നും ദുൽഖർ അല്ല. ദുൽഖറിന് വേണ്ടി ഈ വണ്ടി ദുൽഖറിന് വിറ്റത് ഹബീബ് മുഹമ്മദ് എന്ന മനുഷ്യനാണ്. നിങ്ങൾ അയാളുടെ അടുത്ത് പോയോ? അയാളോട് ചോദിച്ചോ നിങ്ങളുടെ സംശയങ്ങൾ? ബുക്കും പേപ്പറും എവിടെ നിന്നാന്ന് ചോദിച്ചോ? അയാളോടാണ് സാറേ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചോ എന്നതൊക്കെ നിങ്ങൾ ചോദിക്കേണ്ടത്. 369 ഗാരേജിൽ കയറും മുമ്പ്, വലത് കാല് വെച്ച് കയറും മുമ്പ് ഇത് നിങ്ങൾ ചെയ്യണമായിരുന്നു. അതെന്താ സാറേ ചെയ്യാത്തത്? അപ്പൊ സാറന്മാര് വണ്ടി വിട്ടോ? 369 വണ്ടിയും ഭാവിയിൽ 369 ആകാൻ പോകുന്ന ഒരു വണ്ടിയും, ആകെ 2 വണ്ടിയല്ലേ സാറന്മാര് പിടിച്ചെടുത്തത്? അതിലൊരു തരി മണ്ണ് വീഴും മുമ്പ്, ഒരു പോറൽ വീഴും മുമ്പ് തിരിച്ച് 369 ഗാരേജിൽ തന്നെ കൊണ്ടുവരണം. കേട്ടോ സാറന്മാരെ? അതിനാണ് ദുൽഖർ ഇന്നലെ കോടതിയിൽ പോയത്. കസ്റ്റംസുകാർ പിടിച്ചെടുത്ത വാഹനം തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ദുൽഖർ കോടതിയിൽ പോയത്. ഇതൊരു പുതിയ കീഴ്വഴക്കമാട്ടെ. വണ്ടികൾ ഇനി അങ്ങനെ ആരുടെയും മുറ്റത്ത് കിടന്ന് തുരുമ്പിക്കണ്ട, അവനവന്റെ ഓണർക്ക് തിരിച്ചു കൊടുക്കണം. എല്ലാ രേഖയുമുള്ള വാഹനം ഒന്നും പരിശോധിക്കാതെ ഏകപക്ഷീയമായി കസ്റ്റംസ് പിടിച്ചോണ്ട് പോയി എന്നാണ് ദുൽഖറിന്റെ പരാതി. എന്താ സാറേ ദുൽഖറിന്റെ രേഖയൊക്കെ നോക്കാൻ ഒരു മടി? എന്തിനാ വണ്ടി സീസ് ചെയ്തോണ്ട് പോയത്? ദുൽഖറിന് വണ്ടി വാങ്ങിയപ്പോ കിട്ടിയതൊക്കെ ഒറിജിനൽ രേഖകളാ, പുള്ളിക്ക് അതേ അറിയൂ. അല്ലാതെ നിങ്ങളുടെ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിനു മുമ്പ് ആരെങ്കിലും ദുൽഖറിന് വണ്ടി വിട്ടവരോ കടത്തിക്കൊണ്ടുവന്നവരോ ആരോ ആ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദുൽഖർ അതിന് എന്ത് ചെയ്യണം? ദുൽഖറാണോ അതിന് മറുപടി പറയേണ്ടത്? ദുൽഖറിനെതിരെയാണോ നടപടി എടുക്കേണ്ടത്? മുൻ ഓണർ ഉണ്ടല്ലോ ഹബീബ് മുഹമ്മദ്, മൂപ്പരുടെ അടുത്തേക്ക് നിങ്ങളൊന്ന് ചെല്ല് കേട്ടോ. കൊച്ചി പഴയ കൊച്ചി അല്ല കേട്ടോ മൈ ഡിയർ സാറന്മാരെ. പട്ടിഷോ ഇറക്കിയതൊക്കെ മതി, വണ്ടി വിട്ടോ.